ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അതായത് ഇനി നമ്മുടെ ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും 4 ഇയേഴ്സ് ആണ് നമുക്ക് ഡിഗ്രി വരുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ഡിഗ്രിയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബേസ് ആയിട്ട് ഇതിന്റെ കുറെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം, പിന്നെ കമന്റ് ബോക്സിലും കൂടി കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്താണ് അത് ആവശ്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ ആ പാർട്ട് 1 വീഡിയോയ്ക്ക് അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് FIUGP എന്നാണ് പറയുക അല്ലെ, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നാണ് നമ്മൾ ഈ ഒരു 4 വർഷ മീൻസ് ബിരുദ പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, FIUGP എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പല കോഴ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് ഞാൻ ബേസിക് ആയിട്ടൊരു കാര്യം പറയാം. നമുക്ക് നമ്മൾ എത്ര സെം പഠിച്ചാലും എല്ലാ സെമ്മിലും നമുക്ക് 6 പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് +2 നമുക്കറിയാം നമുക്ക് 6 വിഷയങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. അതുപോലെ നമ്മൾ ഏത് മീൻസ് ഡിഗ്രിക്ക് പോകുന്ന സമയത്തും എല്ലാ സെമ്മിലും 6 പേപ്പറുകൾ തന്നെയാണ്. 6 പേപ്പറുകൾ എന്ന് പറയുമ്പോൾ 6 വിഷയങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ 6 പേപ്പറുകൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ 6 കോഴ്സുകളാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എല്ലാ സെമ്മിലും. ഓക്കെ, മീൻസ് 6 കോഴ്സുകൾ നമ്മൾ എഴുതി പാസ്സാവണം. ഓക്കെ, അതാണ് വരിക. ഓക്കെ, സോ അതിൽ തന്നെ നമുക്ക് ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. DSC എന്ന് പറഞ്ഞിട്ടുണ്ട്, AEC ഉണ്ട്, MDC ഉണ്ട്, VAC ഉണ്ട്, SCC ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. DSC എന്ന് പറയുന്നത്, DSC എന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളാണ്. ഇതിനകത്ത് ആക്ച്വലി നമ്മുടെ മേജറും പിന്നെ മൈനറും ആണ് വരുന്നത്. അതായത് മേജർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ചെയ്യുന്ന ആ ഒരു നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതാണ് മേജർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററിയിലാണ് ഡിഗ്രി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേജർ എന്ന് പറയുന്നത് ഹിസ്റ്ററി ആയിരിക്കും. ഓക്കെ, ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേജർ എന്ന് പറയുന്നത് ഫിസിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി മൈനർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മൈനർ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ ഓൾറെഡി പറഞ്ഞു 6 പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓരോ സെമ്മിനകത്തും. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മേജർ ആണ്. ഓക്കെ, നമ്മൾ എടുത്തിട്ടുള്ള വിഷയം. ഓക്കെ, സോ ദാറ്റ് ഈസ് മേജർ. ഇനി അടുത്ത നമുക്ക് 2 മൈനർ എടുക്കാം. അതിൽ ഒന്നാം മീൻസ് നിങ്ങൾക്ക് ഏത് വിഷയം വേണോ മൈനർ എടുക്കാം. ഇപ്പോൾ ഹിസ്റ്ററി എടുത്തവർക്ക് പൊളിറ്റിക്സോ അല്ലെങ്കിൽ എക്കണോമിക്സോ ഇംഗ്ലീഷോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ 2 മൈനറായി. അപ്പൊ നിങ്ങൾക്ക് എത്ര പേപ്പറായി? മൊത്തം 3 പേപ്പറാണ് മൊത്തത്തിലായത്. ഓക്കെ, 3 പേപ്പറായി. ഓക്കെ, ഇതാണ് DSC എന്ന് പറയുന്നത്. DSC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 3 പേപ്പറാണുള്ളത്. ഏതൊക്കെയാണ്? മേജറും, ഒരു മേജറും, പിന്നെ 2 മൈനറും. ഓക്കെ, മേജർ നമ്മൾ എൻറോൾ ചെയ്തിട്ടുള്ള ആ ഒരു സബ്ജക്ട്, ആൻഡ് ഓൾസോ മൈനർ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് ചൂസ് ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇതിന്റെ കൂടെ സബായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഒരു മേജറും 2 മൈനറും ചേർന്നതാണ് നമ്മൾ DSC എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനിയാണ് വേറെ 4 കോഴ്സുകൾ പറയുന്നത്. AEC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നാണ് പറയാം. ഓക്കെ, AEC എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് കോഴ്സുകളാണ് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് +2 നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, മീൻസ് മലയാളമോ ഹിന്ദിയോ അറബിക്കോ ഉറുദുവോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ വരുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയത്തില്ല, പകരം അതർ ലാംഗ്വേജസ് എന്നാണ് പറയാം. OL എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം പറയുന്നത്. സോ ആ ഒരു അതർ ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മലയാളമോ ഹിന്ദിയോ ഏതാന്ന് വെച്ചാൽ എടുക്കാം, സാൻസ്കൃതോ എന്താണെന്ന് വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. സോ അതാണ് നമ്മൾ AEC എന്ന് പറയുന്നത്. ഇനി MDC ഉണ്ട്. MDC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നാണ് പറയാ. അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ള വിഷയം നമുക്ക് എടുക്കാം. പിന്നെ VAC എന്ന് പറയുന്നത് വാല്യൂ എന്താണ് ആഡഡ് കോഴ്സിനെയാണ് VAC എന്ന് പറയുന്നത്. അതുപോലെ SEC എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. ഞാൻ അവിടെ സ്ക്രീനിൽ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ടൈമിൽ അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇത് പറയുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഓരോ സെം അങ്ങോട്ട് പോകുമ്പോഴും ഈ കോഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഈ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ നമുക്ക് ഓരോ പേപ്പർ ആയിട്ടാണ് പഠിക്കാനായിട്ട് വരിക. അതായത് ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമ്മിന് കയറുമ്പോൾ, അതായത് ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഫസ്റ്റ് സെം ആണല്ലോ. സോ ഒന്നാമത്തെ സെമ്മിനകത്ത് നിങ്ങൾക്ക് 6 പേപ്പറുകൾ പഠിക്കാനുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ DSC ഉണ്ട്. DSCക്കകത്ത് ഏതൊക്കെയാ വരുന്നത്? നമ്മുടെ മേജർ വരും, ആൻഡ് ഓൾസോ നമ്മൾ എടുക്കുന്ന 2 മൈനറും. ഓക്കെ, അപ്പൊ 3 സബ്ജക്ട് അവിടെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 3 വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ
ഈ കോഴ്സുകളായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫസ്റ്റ് സെമ്മിനകത്ത് വരുന്ന കാര്യം ഞാൻ പറയാണ്. AEC നമുക്ക് വരുന്നുണ്ട്. ഇതിലിപ്പോ പറഞ്ഞിട്ടുള്ള ആ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ലാംഗ്വേജ്. സോ AEC നമുക്ക് വരുന്നുണ്ട്. AECക്കകത്ത് 2 AECകളാണ് വരുന്നത്. ഒന്ന് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എല്ലാ വിഷയം മീൻസ് ഏത് വിഷയം നിങ്ങൾ ഡിഗ്രി ചെയ്താലും ഇംഗ്ലീഷ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, മീൻസ് ഫസ്റ്റ് സെമ്മിൽ. ഓക്കെ, ഫസ്റ്റ് സെമ്മിന്റെ കാര്യം മാത്രമാണ് കേട്ടോ ഇപ്പൊ പറയുന്നത്. സോ അതാണ് നമ്മുടെ AEC 1 എന്ന് പറയും, അതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഒരു പേപ്പർ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. ഇനി AEC 2 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതർ ലാംഗ്വേജസ്, OL എന്ന് പറയുന്നത്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മലയാളം, ഹിന്ദി എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയൊക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാം. ദറ്റ് ഈസ് ഫസ്റ്റ് സെമ്മിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് DSCക്ക് അകത്താണെങ്കിൽ ഒരു മേജർ ഉണ്ട്, നമ്മുടെ മേജർ നമ്മൾ എടുത്തിട്ടുള്ള വിഷയം. ആൻഡ് പിന്നെ നമ്മൾ എടുക്കുന്ന 2 മൈനർ ഉണ്ട്, 3ആയി. നാലാമതായിട്ട് AEC 1 അത് ഇംഗ്ലീഷ് ആണ്. അഞ്ചാമതായിട്ട് AEC 2 അതിനകത്ത് അതർ ലാംഗ്വേജസ് മീൻസ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് അതാണ് വരുന്നത്. ഓക്കെ, ഈ 5 വിഷയങ്ങളായിട്ടുണ്ട് ഫസ്റ്റ് സെമ്മിൽ. ഓക്കെ, ഇനി 6ാമത്തെ വിഷയമായിട്ട് വരുന്നത് അല്ലെങ്കിൽ 6ാമത്തെ പേപ്പറായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ 6ാമത്തെ കോഴ്സ് ആയിട്ട് വരുന്നതാണ് MDC. നമ്മൾ ഈ തന്നിട്ടുള്ള ആ ലിസ്റ്റിലുള്ള MDC എന്ന് പറയുന്നത്. ഓക്കെ, ഈ MDC എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് MDC ചൂസ് ചെയ്യുമ്പോൾ MDCക്കകത്ത് പല വിഷയങ്ങൾ ഉണ്ടാവും. ഓക്കെ, പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ ഹിസ്റ്ററി എടുത്ത ഒരു വ്യക്തിയാന്ന് വെക്കാം. ഓക്കെ, ഞാൻ ഡിഗ്രി എന്റെ മേജർ ഹിസ്റ്ററിയാണ്. ഓക്കെ, സോ ഹിസ്റ്ററി ഞാൻ എടുത്തു. പക്ഷെ എനിക്ക് MDC ഒരിക്കലും ഹിസ്റ്ററി എന്നുള്ള ഒരു പേപ്പർ എനിക്ക് എടുത്ത് പഠിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ബാക്കി എനിക്ക് ഏത് വിഷയത്തിൽ നിന്ന് വേണമോ എന്തെടുക്കാം, എനിക്ക് MDC ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഹിസ്റ്ററി എടുത്ത എനിക്ക് വേണമെങ്കിൽ ബോട്ടണിയുടെ ഒരു പേപ്പർ വേണമെങ്കിൽ MDC ആയിട്ട് എടുത്ത് പഠിക്കാം. ഓക്കെ, അതൊന്നും വിഷയമല്ല. പക്ഷെ എനിക്ക് ഹിസ്റ്ററി എന്തായാലും എടുത്തുകൂടാ. അതാണ് MDCയിലെ ഒരു എന്താ പറയാ ഒരു റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്താണ് ഫിസിക്സ് എടുത്ത ഒരു കുട്ടിയാണെന്ന് വെച്ചോ. ഫിസിക്സ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ മേജർ ഫിസിക്സ് ആണ്. ഓക്കെ, പക്ഷെ MDCയിലോട്ട് വരുന്ന സമയത്ത് ഫിസിക്സിൽ നിന്ന് ഒരിക്കലും മീൻസ് ഫിസിക്സ് എടുത്ത ആ ഒരു കുട്ടിക്ക് ഫിസിക്സിനകത്തുള്ള ഒരു പേപ്പറും MDCക്ക് വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നിങ്ങൾക്ക് വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് മീൻസ് വേറെ ഏത് വിഷയത്തിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് MDC പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെമ്മിലോട്ട് പോകുമ്പോഴും സെക്കൻഡ് സെമ്മിലോട്ട് പോകുമ്പോഴും, അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ആയിട്ട് മീൻസ് ആദ്യത്തെ വർഷം ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഇത്രയും ഈ 6 കോഴ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒക്കെ. ഓക്കെ, ഈ സെമ്മിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സെം എങ്ങനെയാണ് ഡിവിഷൻ വരുന്നത് ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 2 സെമ്മിലും ഇത്രയും 6 വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി തേർഡ് സെമ്മും ഫോർത്ത് സെമ്മിലോട്ടൊക്കെ പോകുന്ന ടൈമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു VACയും SEC എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ പുതുതായിട്ട് ചേർന്ന് വരുന്നത്, ഇതിനോടൊപ്പം ആഡ് ഓൺ ചെയ്ത് വരിക. ഓക്കെ, അത് തേർഡ് സെമ്മിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു MDC ഒന്നും നമ്മൾ അവിടെ പഠിക്കേണ്ട കാര്യമില്ല. പകരം അവിടെ VACയോ SECയോ അങ്ങനെയൊക്കെ പറഞ്ഞ് പുതിയ കാര്യങ്ങൾ അവിടെ ആഡ് ഓൺ ചെയ്ത് വരും. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു കാര്യം. അപ്പൊ നിങ്ങളിപ്പോ ഫ്രഷർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോ VAC SEC എന്താണ് അതൊക്കെ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ ഉണ്ട്. നമ്മൾ ഇനി തേർഡ് മീൻസ് സെക്കൻഡ് ഇയർ ഒക്കെ ആവുന്ന ടൈമിൽ നമുക്ക് പഠിക്കേണ്ടി വരും എന്നുള്ള ഒരു ഐഡിയ മാത്രം മതി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇങ്ങനെ ഒരു കോഴ്സ് മീൻസ് അതൊക്കെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇനി പുതുതായിട്ട് വരും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്, ഫസ്റ്റ് സെമ്മിൽ പോകുമ്പോൾ അതായത് ഫസ്റ്റ് ഇയർ ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടി വരിക എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ എല്ലാ വിഷയത്തിലും മീൻസ് നമ്മൾ 6 പേപ്പറിലും നമുക്ക് പല രീതിയിലുള്ള എന്തുണ്ട്, ഈ നമ്മൾ എഴുതിയെടുക്കുന്ന മാർക്കിനോടൊപ്പം തന്നെ നമുക്ക് ഇതുണ്ട്, എന്താ ഇന്റേണൽ മാർക്കും കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, അത് നമ്മൾ അറ്റൻഡൻസ് നോക്കിയിട്ട് നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട് അങ്ങനെയുണ്ട്. അത് മാത്രമല്ല, അതിന് ആക്ച്വലി CCA കമ്പോണൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാര്യം ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മറ്റൊന്നുമല്ല, നമ്മൾ ഈ പഠിച്ചെഴുതുന്ന മാർക്കിനോടൊപ്പം തന്നെ നമ്മുടെ അറ്റൻഡൻസും ബാക്കി കുറെ ആക്ടിവിറ്റീസ് നമ്മളെ കൊണ്ട് ഓരോ വിഷയത്തിൽ നിന്നും ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കും. അതായത് എന്താണ് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുക, പ്രോജക്റ്റ് തയ്യാറാക്കുക, പിന്നെ എന്താണ് സെമിനാർ എടുക്കുക, പിന്നെ അത് മാത്രമല്ല വൈവ. ഓക്കെ, വൈവ എന്ന് പറയുമ്പോൾ മസ്റ്റ് ആയിട്ടും ലാംഗ്വേജ് വിഷയങ്ങൾക്കൊക്കെ വൈവ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഇംഗ്ലീഷിന് ഉറപ്പായിട്ടും വൈവ ഉണ്ട്, പിന്നെ മലയാളം ഹിന്ദി പോലുള്ള ലാംഗ്വേജ് വിഷയങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും വൈവ ഉണ്ട്. ബാക്കി വിഷയങ്ങളൊക്കെ ചില വിഷയങ്ങൾ കാണും, മീൻസ് സബ്ജക്ട് വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചില വിഷയങ്ങൾക്ക് വൈവ കാണും, ചിലതിന് കാണത്തില്ല, ആ ഒരു രീതിക്കായിരിക്കും. പക്ഷെ ലാംഗ്വേജിന് മസ്റ്റ് ആയിട്ടും വൈവ ഉണ്ടാവും. ഓക്കെ, വൈവ എന്ന് പറയുമ്പോൾ ലാംഗ്വേജിന് എന്ന് പറയുമ്പോൾ അത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം പോലെ തന്നെ നടത്തുന്നതാണ് വൈവ എന്ന് പറയുന്നത്. ഓക്കെ, വൈവ ഉണ്ടാവും, പിന്നെ ക്വിസ് ആയിട്ട് നടത്താം ചിലപ്പോ, പിന്നെ ഓറൽ പ്രസന്റേഷൻസ്, അത് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എഴുതി നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യാം
മീൻസ് ടീച്ചറിന്റെ ഫ്രണ്ടിൽ നമ്മൾ പ്രസന്റ് ചെയ്യാം, നമ്മൾ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുക. അതാണ് ഓറൽ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് അസൈൻമെന്റ് തരും. ഗ്രൂപ്പായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് പ്രോജക്റ്റും അസൈൻമെന്റും ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും പല വിഷയത്തിൽ നിന്ന് നമുക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇതിൽ എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്നുള്ളത് അതാത് ടീച്ചേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ചില ടീച്ചേഴ്സ് പ്രോജക്റ്റ് മാത്രമായിരിക്കും തരിക, ചിലര് അതിനോടൊപ്പം സെമിനാറോ ഓറൽ പ്രസന്റേഷനോ കൂടി തന്നിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ടീച്ചേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇങ്ങനെയുള്ള ഇത് മാത്രമല്ല, ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു മീൻസ് ഈ റെഗുലേഷൻസ് ഒക്കെ പറയുന്ന ആ ഒരു PDF-നകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം കൂടി. അതായത് ഇങ്ങനെയുള്ള കമ്പോണൻസ് എന്താണ് ചെയ്യിപ്പിച്ച് അതിൽ നിന്നുള്ള മാർക്ക് കൂടി ആഡ് ഓൺ ചെയ്തിട്ടാണ് നമുക്ക് മാർക്ക് ഓവറോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഈ അസൈൻമെന്റ്, പ്രോജക്റ്റ് നമ്മൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ ചിലപ്പോൾ അസൈൻമെന്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഡേറ്റിന് അത് കഴിഞ്ഞു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ കോളേജിൽ എത്തുമ്പോൾ അതല്ല, ഇതിന് പ്രത്യേകിച്ച് മാർക്ക് ഉള്ളതാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അവർ പറയുന്ന ആ ഒരു കട്ട് ഓഫ് ഡേറ്റ്, അതേ കൃത്യ ഡേറ്റിന് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ചുമതലയാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മീൻസ് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. അത് നമ്മൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇപ്പൊ വൈവ ആയാലും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ബിക്കോസ് അതിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മാർക്ക് കിട്ടുന്നതാണ്. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, നമ്മൾ അഥവാ ഈ അസൈൻമെന്റ് വെച്ചില്ല, പ്രോജക്റ്റ് വെച്ചില്ല, വൈവ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ആബ്സെന്റ് ആയിട്ട് മാർക്ക് ചെയ്യപ്പെട്ടു പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിന് ശേഷമാണ് ഇന്റേൺഷിപ്പ് ഒക്കെ വരിക. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തൊരു കമ്പനിയിൽ പോയിട്ട് മീൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ്. നമ്മൾ ഈ ഒരു സമ്മർ വെക്കേഷന്റെ ടൈമിലാണ് അത് ഇന്റേൺഷിപ്പ് ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസർച്ചിലോട്ട് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, മീൻസ് 4ാമത്തെ വർഷം ചെയ്യുന്നത് നിങ്ങൾ റിസർച്ച് എടുത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവസാനത്തെ സെമ്മിലൊക്കെ ഒരു എന്ത് വരുന്നുണ്ട്, റിസർച്ച് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് ഇതിനോടൊപ്പം ആഡ് ഓൺ ചെയ്ത് പറയാനായിട്ടുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത ടൈമിൽ പറയാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, കോഴ്സ് ബാസ്ക്കറ്റ്. അതായത് നമ്മൾ ഓരോ വിഷയം പഠിക്കാൻ എടുക്കുമ്പോഴും അതിനകത്ത് ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി കോഴ്സ് ഉള്ളതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഓരോ കോഴ്സ് നമുക്ക് തനിയെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ FIUGPയിൽ അവൈലബിൾ ആണ്. അതിനെയാണ് നമ്മൾ കോഴ്സ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ മൈനറായിട്ട് എടുക്കുന്നത് ഹിസ്റ്ററി ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിയാണ് ഞാൻ മൈനറായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഹിസ്റ്ററിക്കകത്ത് തന്നെ ഒരു 4ഓ 5ഓ കോഴ്സ് എനിക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ പഠിക്കേണ്ടല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ MDC ഞാൻ എക്കണോമിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സുകാർ ഓഫർ ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയും ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് AECയിലും ബാക്കി BACയോ ബാക്കി ഏത് കോഴ്സ് വന്നാലും അവിടെ എല്ലാം ഓരോ വിഷയത്തിനകത്ത് നമ്മൾ എടുക്കുന്ന വിഷയം ഏതാണോ ആ വിഷയത്തിനകത്ത് അതിനകത്ത് തന്നെ വേറെ പല പല കോഴ്സുകൾ ഉണ്ടാവും. സോ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഓരോ കോഴ്സ് എടുത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി പൊതുവെ ഇപ്പോൾ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സെമ്മിൽ കുറെ കോഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആ കോഴ്സുകളെല്ലാം എല്ലാ കോളേജിലും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓൾറെഡി കൊടുത്തിട്ടുള്ള ആ ഒരു കോഴ്സിന്റെ ആ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് കോളേജസിന് പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളായിരിക്കും അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ പോകുന്ന കോളേജിൽ നമ്മൾ വ്യക്തമായിട്ട് അന്വേഷിക്കുക. അപ്പം നമുക്ക് എന്താണ്, അവർ ഉറപ്പായിട്ട് ലിസ്റ്റ് തരും. മീൻസ് മൈനർ പേപ്പറിൽ ഹിസ്റ്ററി ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു ലിസ്റ്റൊക്കെ അവർ തരും ആ ഒരു ടൈമൊക്കെ ആവുന്ന ടൈമിൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പം ഞാനിപ്പോൾ ഒരു കോഴ്സ് എടുത്തു, അതായിരിക്കത്തില്ല ചിലപ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ രണ്ടുപേർക്കും നമ്മൾ എടുത്തിട്ടുള്ള MDC എക്കണോമിക്സ് ആണ്, എക്കണോമിക്സ് വിഷയമാണ് നമ്മൾ MDC ആയിട്ട് നമ്മൾ രണ്ടുപേരും എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ എക്കണോമിക്സിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു പല പല കോഴ്സുകൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത പേപ്പർ ആയിരിക്കില്ല എൻ്റെ ഫ്രണ്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും, പരസ്പരം നമ്മൾ എടുത്തിട്ടുള്ള കോഴ്സുകൾ പലതായിരിക്കും. ഓക്കെ, കാരണം ഒരുപാട് കോഴ്സുകളുണ്ട്, അതിനകത്ത് നമുക്ക്
ഇഷ്ടമുള്ള നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ട് എങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. കാരണം കോളേജിൽ പോകുമ്പോൾ കൃത്യമായിട്ട് ഈ ലിസ്റ്റിന്റെ കാര്യം ഒക്കെ അവർ പറഞ്ഞു തരുന്നുണ്ടാവും. എല്ലാ കോളേജസിലും അത് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അവിടെ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിഷയത്തിൽ തന്നെ പല കോഴ്സുകൾ അതിനകത്ത് പഠിക്കാൻ തരുന്ന പല കോഴ്സുകളിൽ നിന്ന് നമുക്ക് ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്തെടുക്കാനുള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അതൊക്കെ നമ്മൾ ഈ കോഴ്സ് രജിസ്ട്രേഷനും എക്സാം രജിസ്ട്രേഷനും ഒക്കെ നമ്മൾ എന്താണ് ഫസ്റ്റ് സെമ്മൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ചെയ്യാറുണ്ട്, കോഴ്സ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്നേരം നമ്മൾ ഇത് ഏത് കോഴ്സാണ് എടുത്തത് എന്നൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ഹൈപ്പ് വരാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമന്റ്സ് മീൻസ് ഡൗട്ട്സ് ആയിട്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. കാരണം ഞാൻ ഇപ്പോൾ ആസ് എ ഫ്രഷർ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ കേൾക്കുന്ന ടൈമിൽ ആർക്കായാലും ഇത് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പോൾ ഫസ്റ്റ് പറ്റിയെന്ന് വരില്ല. ഓക്കെ, ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ,